പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് CM ബാങ്കിനെ സംബന്ധിച്ച് നിലവിൽ പുറത്തേക്ക് വരുന്ന ലേറ്റസ്റ്റ് ന്യൂസുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. സൂപ്പർ താരമായ CM ബാങ്കിന് സംഭവിച്ചത് യഥാർത്ഥ ഇഞ്ചുറിയാണോ, ഇഞ്ചുറി ഫേക്ക് ആണോ എന്നുള്ളത് പലർക്കും ഒരു സംശയം പോലെ ഉണ്ടായിരുന്നു. പലരും കമൻറ്റ് ബോക്സിൽ അതൊരു ഫേക്ക് ആണെന്നുള്ളൊരു അഭിപ്രായം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും വീഡിയോ പ്രൂഫുകളിൽ നിന്നും CM ബാങ്കിന് സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥ ഇഞ്ചുറി ആണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ മൂലമാണ്. CM ബാങ്കിൻ്റെ ഈ ഒരു ഇഞ്ചുറി സംഭവിക്കുന്നത് ഡ്രൂ മാക്കൻഡയറിൻ്റെ DDT എന്ന് പറയുന്ന മൂവ് ചെയ്യുന്നതിന് ഇടയിലാണ്. അപ്പോൾ ആ ഒരു മൂവിന് ശേഷം CM ബാങ്ക് കൈ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നീട് ഒരു കോർണറിലേക്ക് മാറിയതിന് ശേഷം റെഫറിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ CM ബാങ്ക് നടത്തുന്നുണ്ട്. ആ ഒരു വീഡിയോ ഒക്കെ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ അതിൽ CM ബാങ്ക് പറയുന്നുണ്ടായിരിക്കാം തനിക്ക് ഇഞ്ചുറി പറ്റിയ ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നതിന് ശേഷം റോയൽ റംബിൾ റിസൾട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് പലരും ചോദിച്ചിരുന്നു. നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. യഥാർത്ഥ വിന്നർ കോഡി റോഡ്സ് തന്നെയായിരുന്നു. അതൊരു റിസൾട്ടിലേക്ക് തന്നെയാണ് ഈ വർഷത്തെ റോയൽ റംബിളും പോയിട്ടുള്ളത്. CM ബാങ്കിന് ഇഞ്ചുറി പറ്റിയതുകൊണ്ട് അതിൽ യാതൊരുവിധ മാറ്റവും ഇപ്പോൾ അവർ കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും CM ബാങ്കിൻ്റേത് യഥാർത്ഥ ഇഞ്ചുറിയാണെന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ CM ബാങ്കിനെ സംബന്ധിച്ച് നിലവിൽ എല്ലാവർക്കും ഒരു ഡൗട്ടായിട്ട് നിന്നിരുന്ന ഒരു കാര്യം നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഡ്രൂ മാക്കൻഡയർ CM ബാങ്ക് സ്റ്റോറിയെ സംബന്ധിച്ചാണ്. ഡ്രൂ മാക്കൻഡയർ ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ CM ബാങ്കിൻ്റെ ഇഞ്ചുറിയെ സംബന്ധിച്ച് വളരെ രൂക്ഷമായിട്ടുള്ള വാക്കുകളിലൂടെ ആക്രമണം അഴിച്ചുവിടുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം CM ബാങ്കിൻ്റെ കൈയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണവും നമുക്ക് ഡ്രൂവിൻ്റെ ഭാഗത്ത് നിന്ന് ഫിസിക്കലായി കാണാൻ സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിട്ടുള്ള ഡ്രൂവിൻ്റെ ഒരു പോസ്റ്റ് CM ബാങ്കിന് RIP എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്വീറ്റാണ്. അതായത് CM ബാങ്കിൻ്റെ റെസൽമേനിയ ഡ്രീമുകൾക്കും CM ബാങ്കിനും RIP പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്റ്റ് ഇൻ പീസ് ട്വീറ്റാണ് ഇപ്പോൾ ഡ്രൂ പങ്കുവെക്കുന്നത്. അപ്പോൾ അത് 40 ലക്ഷത്തിലധികം വ്യൂസ് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായി അവരുടെ സ്റ്റോറി മാറുന്നു എന്ന് പറയുമ്പോൾ നിലവിൽ ഡ്രൂ വേഴ്സസ് CM ബാങ്ക് തമ്മിലുള്ള ഒരു ഫ്യൂഡിന് ആളുകൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ CM ബാങ്കിൻ്റെ ഇഞ്ചുറി എല്ലാം മാറിയതിന് ശേഷം CM ബാങ്ക് തിരികെ വന്നാൽ നമ്മൾ കാണാൻ പോകുന്ന CM ബാങ്കിൻ്റെ ആദ്യ സ്റ്റോറി ലൈനും ഡ്രൂവിന് എതിരെ ഉള്ളത് തന്നെയായിരിക്കാം. എന്തായാലും ഡ്രൂ മാക്കൻഡയറിൻ്റെ നിലവിലെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അത് കൃത്യമായിട്ട് അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഹീലായി നിൽക്കുന്ന ഒരു റെസ്ലർ നിലവിൽ ഡ്രൂ മാക്കൻഡയർ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.